അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1365, സൂറത്ത് ഹൂദ് 77 മുതൽ 83 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولما جاءت رسلنا لوطا سيء بهم وضاق بهم ذرعا وقال هذا يوم عصيب وجاءه قومه يهرعون إليه ومن قبل كانوا يعملون السيئات قال يا قوم هؤلاء بناتي هن أطهر لكم فاتقوا الله ولا تخزون في ضيفي أليس منكم رجل رشيد قالوا لقد علمت ما لنا في بناتك من حق وإنك لتعلم ما نريد قال لو أن لي بكم قوة أو آوي إلى ركن شديد قالوا يا لوط إنا رسل ربك لن يصلوا إليك فأسر بأهلك بقطع من الليل ولا يلتفت منكم أحد إلا امرأتك إنه مصيبها ما أصابهم إن موعدهم الصبح أليس الصبح بقريب فلما جاء أمرنا جعلنا عاليها سافلها وأمطرنا عليها حجارة من سجيل منضود مسومة عند ربك وما هي من الظالمين ببعيد صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولما جاءت رسلنا, നമ്മുടെ ദൂതന്മാർ അതായത് മലക്കുകൾ വന്നപ്പോൾ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്നപ്പോൾ സീഅ ബിഹിം, അവരുടെ കാര്യത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് ദുഃഖം തോന്നി. വളാഖ ബിഹിം ദർഅ, അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് മനപ്രയാസമുണ്ടാവുകയും ചെയ്തു. വഖാല, ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറയുകയും ചെയ്തു, ഹാദാ യൗമുൻ അസീബ്, ഇത് വളരെ വിഷമകരമായ ഒരു ദിനമാകുന്നു എന്ന്. വജാഅഹു ഖൗമുഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത ലൂത്ത് നബിയുടെ അടുത്തേക്ക് വന്നു. യുഹറഊന ഇലൈഹി, തന്റെ അടുത്തേക്ക് ഓടുന്നവരായ നിലക്ക് വന്നു. വമിൻ ഖബലു, അവർ മുമ്പ് തന്നെ കാനൂ യഅമലൂന സയ്യിആത്തി, ചീത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നവരായിരുന്നു. ഖാല, അവർ ഓടി വന്നപ്പോൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, യാ ഖൗമി, എന്റെ നാട്ടുകാരെ, ജനങ്ങളെ, ഹൗലാഇ ബനാത്തി, ഇതാ എന്റെ പെൺമക്കൾ, ഹുന്ന അത്ഹറു ലക്കും, നിങ്ങൾക്ക് അവരാണ് ഏറ്റവും ശുദ്ധിയുള്ളവർ. അഥവാ അവരെ വിവാഹം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗികമായ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിക്കൂടെ. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഖ്സൂനി ഫീ ലൈഫി, എന്റെ അതിഥികളുടെ വിഷയത്തിൽ നിങ്ങൾ എന്നെ മാനം കെടുത്തരുത്. അലൈസ മിൻകും റജുലുർ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മര്യാദക്കാരനായ മാന്യനായ ഒരാളുമില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു. ഖാലു, ജനങ്ങൾ പറഞ്ഞു, ലഖദ് അലിംത, ലൂത്ത് നബിയെ, നിങ്ങൾക്കറിയാം, മാ ലനാ ഫീ ബനാതിക മിൻ ഹഖ്ഖിൻ, നിങ്ങളുടെ പെൺമക്കളിൽ ഞങ്ങൾക്ക് യാതൊരു ആവശ്യവും താല്പര്യവുമില്ല എന്ന്. വഇന്നക ലതഅലമു മാ നുരീദ്, ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നവർ പറഞ്ഞു. ഖാല, ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ലൗ അന്നലി ബിക്കും ഖുവ്വതൻ, നിങ്ങളെ പ്രതിരോധിക്കാൻ എനിക്ക് ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, ഔ ആവി ഇലാ റുക്നിൻ ഷദീദ്, അല്ലെങ്കിൽ ശക്തനായ ഒരു സഹായിയെ ആശ്രയിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ ഞാനത് ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രതിരോധിക്കുമായിരുന്നുവെന്ന്. ഖാലു,
മലക്കുകളായിട്ടുള്ള ആ ദൂതന്മാര് പറഞ്ഞു, യാ ലൂത്തു, ഓ ലൂത്ത് നബിയെ, ഇന്നാ റുസുലു റബ്ബിക്, ഞങ്ങൾ നിങ്ങളുടെ നാഥനായ അള്ളാഹുവിന്റെ ദൂതന്മാരാണ്. ലയ്യസിലു ഇലൈക്ക, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആ ജനങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഫാസിരി ബി അഹ്ലിക, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും കൂട്ടി രാത്രി പുറപ്പെടുക. ബിഖത്ഇൻ മിനൽ ലൈലി, രാത്രിയുടെ ഒരു യാമത്തിൽ. വലാ യൽതഫിത് മിൻകും അഹദുൻ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും ശബ്ദം കേട്ടാൽ തിരിഞ്ഞു നോക്കരുത്. ഇല്ലംറാത്തക്ക, നിങ്ങളുടെ ഭാര്യ ഒഴിച്ച്. ഇന്നഹു മുസീബുഹാ മാ അസാബഹും, കാരണം അവർ ആ ജനങ്ങൾക്ക് എത്തിയ ദുരിതം അവർക്കും എത്തുക തന്നെ ചെയ്യും. കാരണം ഈ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യണവരാണ്. ഇന്ന മൗഇദഹുമുസ് സുബ്ഹു, നിശ്ചയം അവർക്ക് നിശ്ചയിക്കപ്പെട്ട സമയം പ്രഭാതമാണ്. അലൈസ സുബ്ഹു ബിഖരീബ്, പ്രഭാതം വളരെ അടുത്തല്ലയോ എന്ന് ദൂതന്മാർ മലക്കുകൾ ചോദിച്ചു. ഫലമ്മാ ജാഅ അംറുന, അങ്ങനെ നമ്മുടെ കൽപ്പന വന്നപ്പോൾ, ജഅൽന ആലിയഹ, ആ ഗ്രാമത്തിന്റെ മുകൾ ഭാഗത്തെ നാം ആക്കി, സാഫിലഹ, താഴ്ഭാഗമാക്കി. എന്ന് പറഞ്ഞാൽ ആ നാടിനെ അല്ലാഹു തആല കീഴ്മേൽ മറിച്ചു എന്നർത്ഥം. വംതർന അലൈഹ, ആ നാടിന്റെ മേലിൽ, ചില നാട്ടുകാരുടെ മേലിൽ നാം വർഷിക്കുകയും ചെയ്തു. ഹിജാറത്തം മിൻ സിജ്ജീലിൻ മൻളൂദ്, അട്ടിയായി ചൂളവെക്കപ്പെട്ട ഇഷ്ടികകൾ കൊണ്ട്, അവരുടെ ഇഷ്ടികകളാൽ ഉള്ള കല്ലുകളെ അവരുടെ മേലിൽ നാം വർഷിക്കുകയും ചെയ്തു. മുസമ്മമത്തൻ ഇൻദ റബ്ബിക്, തങ്ങളുടെ നാഥന്റെ അടുക്കൽ പ്രത്യേകം അടയാളം വെക്കപ്പെട്ട കല്ലുകൾ. വമാഹിയ മിനൽ ളാലിമീന ബിബഈദ്, അവകൾ അക്രമികളെ തൊട്ട് വിദൂരത്തായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും കൃത്യമായി ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ദുർഗതിയുണ്ടായി എന്ന് ചുരുക്കം. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ജനതയെ കടുത്ത ശിക്ഷ നൽകി അല്ലാഹു തആല പരീക്ഷിച്ച, വംശനാശം വരുത്തിയ കഥയാണ് ഇവിടെ പറയുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ജനങ്ങൾ മുൻകാലത്തൊന്നും സമൂഹം ശീലിച്ചിട്ടില്ലാത്ത സ്വവർഗരതിയുടെ ആശാന്മാരായിരുന്നു. പുരുഷന്മാരുടെ മലദ്വാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ലൈംഗിക സുഖത്തിന്റെ രീതി, ഏറ്റവും വൃത്തികെട്ട പ്രകൃതി വിരുദ്ധമായിട്ടുള്ള സ്വഭാവം, ആ സ്വഭാവം തൊഴിലാക്കി മാറ്റിയവരായിരുന്നു അവർ. അവർക്ക് ഇടയിലൂടെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രചരണം ഒരിക്കലും ഈ രീതി ശരിയല്ല, ഇത് സദാചാര വിരുദ്ധ ശൈലിയാണ്, പ്രകൃതി വിരുദ്ധമായ സ്വഭാവമാണ്, ഈ സ്വഭാവം അള്ളാഹു ഇഷ്ടപ്പെടുന്നതല്ല. അതുകൊണ്ട് അടിയന്തരമായി നിങ്ങളുടെ ശൈലികൾ മാറ്റണം, സ്വഭാവം നിങ്ങൾ മാറ്റണം. പുരുഷന്മാർക്ക് അവരുടെ വൈകാരികമായ അഭിനിവേശം തീർക്കാൻ അവരുടെ എതിർലിംഗത്തിൽപ്പെട്ട സ്ത്രീകളെയാണ് വ്യവസ്ഥാപിതമായി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ആ സംവിധാനത്തോട് ഒട്ടി നിൽക്കാനുള്ള നിർബന്ധ ബുദ്ധി കാണിക്കണം എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം അവരെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഉപദേശിക്കും തോറും അരുതായ്മയിലും ഈ അക്രമത്തിലും ഇത്തരം സദാചാര വിരുദ്ധ പ്രവർത്തനത്തിലും മൂടുറച്ചുപോയ സമൂഹം ലൂത്ത് നബി അലൈഹിസ്സലാമിനെ കളിയാക്കാനും പരിഹസിക്കാനും, ലൂത്ത് നബി അലൈഹിസ്സലാമിനെയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത വിശുദ്ധന്മാരെയുമൊക്കെ നാട്ടിൽ നിന്ന് പുറത്താക്കിക്കോളൂ എന്നുപോലും അവർ പറയുന്ന, അതായത് ഈ ഉപദേശത്തിന് നേരെ അത്തരം കമന്റുകൾ പരിഹാസപൂർവ്വം ചൊരിയുന്ന അവസ്ഥ വരെ ഖുർആൻ പലയിടത്തും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെയും അല്ലാഹു തആല പറയുന്നത്. അവരുടെ അഹങ്കാരം, അതേപോലെ തന്നെ അതിക്രമം, സത്യനിഷേധം, അതതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഈ കാളക്കൂറ്റന്മാരെ പിടിച്ചുകെട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മലക്കുകൾ, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ, ആദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തെത്തി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ചില സന്തോഷ വാർത്തകളൊക്കെ നൽകി. കൂട്ടത്തിൽ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ പരിധി വിട്ട അക്രമികളായ ജനതയെ തകർക്കാൻ പോവുകയാണ് ഇന്ന് രാത്രി എന്ന സന്ദേശവും അവിടെ തന്നെ നൽകുകയുണ്ടായെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തുനിന്ന് അവർ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പുണ്ടായ സംഗതിയാണ് ഇവിടെ പറയുന്നത്. വലമ്മാ ജാഅത്ത് റുസുലുനാ ലൂത്തൻ, നമ്മുടെ ദൂതന്മാർ അഥവാ മലക്കുകൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്നപ്പോൾ, സീഅ ബിഹിം, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് അവരെക്കുറിച്ച് ആലോചിച്ചിട്ട് വിഷമം തോന്നി എന്ന് പറഞ്ഞാൽ, ഇവിടെ ചില ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘം ഏറ്റവും കാണാൻ സൗന്ദര്യമുള്ള, ആരും കണ്ടാൽ നോക്കിപ്പോകുന്ന വിധത്തിലുള്ള
സൗന്ദര്യമുള്ള പുരുഷന്മാരുടെ രൂപത്തിലായിരുന്നു അല്ലാഹു തആല അവരെ ഇങ്ങോട്ട് അയച്ചത്. അതാ ജനങ്ങളെ പരീക്ഷിക്കാൻ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമായും അങ്ങനെ സൗന്ദര്യമുള്ള പുരുഷന്മാർ ആ നാട്ടിലെത്തിപ്പെട്ടാൽ സ്വവർഗരതിയുടെ ആശാന്മാരായിട്ടുള്ള നാട്ടുകാർക്ക് അന്ന് പെരുന്നാളായിരിക്കുമല്ലോ. അപ്പൊ ലൂത്ത് നബി അലൈഹി ഇസ്ലാം പടച്ചോനെ എന്റെ അതിഥികളായി, അത് മലക്കുകളാണെന്ന് അപ്പോൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് അറിയില്ല, എവിടുന്നോ അതിഥികളായിട്ട് കുറച്ച് പുരുഷന്മാർ വന്നു എന്ന കാഴ്ചപ്പാടാണ്. അപ്പൊ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് ഇനി നാട്ടുകാർ ഉണ്ടാക്കാൻ പോകുന്ന പുകിലുകൾ ഓർത്തിട്ട് നാട്ടുകാരുണ്ടാക്കാൻ പോകുന്ന സദാചാര വിരുദ്ധ ശൈലിയും അതേപോലെ തന്നെ ഈ വന്ന പുരുഷന്മാരെ കൈകാര്യം ചെയ്യാൻ പോകുന്ന സ്വഭാവവും ആലോചിച്ചപ്പോ ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് ദുഃഖം തോന്നി. അതാ പറയണത് എന്ത്, വലമ്മാ ജാഅത്ത് റസൂലുനാ ലൂത്തൻ, നമ്മുടെ ദൂതന്മാർ ലൂത്ത് നബിന്റെ അടുത്ത് വന്നപ്പോൾ സീ അബിഹിം, അവരെക്കുറിച്ച് ആലോചിച്ചിട്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് ദുഃഖം തോന്നി. വലാഖ ബിഹിം ദർആ, അവരെക്കുറിച്ച് ചിന്തിച്ചിട്ട് തനിക്ക് മനപ്രയാസമുണ്ടാവുകയും ചെയ്തു. പടച്ചോനെ, എന്റെ അടുത്തേക്ക് അതിഥികളായിട്ട് വന്ന ഈ മാന്യന്മാരെ നന്നായി പരിഗണിക്കുകയും അതിഥികളെന്ന നിലക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യലാണ് ഇപ്പൊ ആതിഥേയനായ എന്റെ കടമ. പക്ഷെ ആ കടമ നിർവഹിക്കാൻ ഞാൻ മെനക്കെടുന്നതിന് മുന്നേ എന്റെ നാട്ടുകാരായ കശ്മലന്മാർ ഈ വന്ന അതിഥികളെ കയ്യേറ്റം ചെയ്യുമല്ലോ, അവരെ പ്രതിരോധിക്കാൻ മാത്രം എനിക്ക് സംവിധാനങ്ങളില്ലല്ലോ, ഞാൻ ഇവരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന വല്ലാത്ത വിഷമം തന്റെ മനസ്സിലേക്ക് വന്നു. അത് വന്നപ്പോഴാണ് മഹാൻ പറയുന്നത് വഖാല ഹാദാ യൗമുൻ അസീബ്, ഇത് വളരെ വിഷമകരമായ ഒരു ദിനമാകുന്നു എന്ന്. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് കാണാം. ലൂത്ത് നബി അലൈഹി ഇസ്ലാം അത്രയും മനപ്രയാസത്തിലാകാൻ കാരണം വദാലിക അന്നഹു ലം യകുൻ യഅലമു അന്നഹും റസൂലുള്ളാഹി, ഈ വന്നത് അള്ളാഹുവിന്റെ ദൂതന്മാരായ മലക്കുകളാണ് എന്ന വസ്തുത അപ്പോൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വരവ് എന്റെ നാട്ടുകാരറിഞ്ഞാൽ അവരെ പ്രകൃതി വിരുദ്ധ ലൈംഗിക ആഭാസത്തിന് ഉപയോഗപ്പെടുത്താനായി നാട്ടുകാരുടെ കൂട്ടമായ ഒഴുക്കുണ്ടാകുമല്ലോ, പ്രതിരോധിക്കാൻ എനിക്ക് സംവിധാനങ്ങളില്ലല്ലോ, അതിഥികളെ സംരക്ഷിക്കേണ്ട ബാധ്യത വാസ്തവത്തിൽ എനിക്കുണ്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോഴാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് മാനസിക വിഷമമുണ്ടായത്. ഇവിടെ ലൂത്ത് നബി അലൈഹി ഇസ്ലാം തന്റെ പറമ്പിൽ അല്ലെങ്കിൽ പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിലേക്ക് നേരെ കയറി വന്നതെന്നും അതല്ല ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ മലക്കുകൾ നേരെ ചെന്നുവെന്നും രണ്ടഭിപ്രായം ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരെ കണ്ടപ്പോൾ തന്നെ ആദ്യം തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അമാ തഅമലൂന മാ യഅമലു അഹ്ലു ഹാദിഹിൽ ഖറിയ. ഇബ്നു കസീർ പറയുന്നു, ഈ നാട്ടുകാർ ചെയ്യണ വൃത്തികേടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. വല്ലാഹി മാ അഅലമു അലാ ലഹ്രിൽ അർളി ഉനാസൻ അഖ്ബസ മിൻഹും, ഇവരെക്കാൾ വൃത്തികെട്ട ഒരു സമൂഹത്തെ ഭൂലോകത്ത് എനിക്ക് പരിചയമില്ല എന്ന് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു. ആ പറയുന്നതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, അതായത് നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ഈ നാട്ടിൽ മാന്യന്മാർക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലമല്ല, ഇവിടുത്തെ ജനങ്ങളൊക്കെ വൃത്തികേടിന്റെ പര്യായങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരോട് പറയുന്നതിന്റെ സ്പിരിറ്റ്. അങ്ങനെ 3 തവണ മഹാനരായ ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരോട് ഇത് ആവർത്തിച്ച് പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എന്തുമാത്രമല്ല, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, ബഹുമാനപ്പെട്ട മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 സാക്ഷ്യം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് നാട്ടുകാരെ സംബന്ധിച്ച് വാങ്ങണം, അഥവാ അവരെ തകർക്കുന്നതിന് മുമ്പ് 3 തവണ അവരെക്കുറിച്ചുള്ള ആക്ഷേപം അത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് സാക്ഷ്യമായി സ്വീകരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ തവണ ലൂത്ത് നബി അലൈഹി ഇസ്ലാം നാട്ടുകാരെക്കുറിച്ചുള്ള ഈ നെഗറ്റീവായിട്ടുള്ള ചിത്രം അവരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാം അത് അവതരിപ്പിക്കുമ്പോഴും ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇതാ 1ാം തവണയായി 2ാം തവണയായി 3ാം തവണയായി എന്ന് ഇങ്ങനെ ഒപ്പമുള്ള മലക്കുകളോട് പറയുന്നുണ്ടായിരുന്നു എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് വന്ന ആ അതിഥികളായിട്ട് വന്ന മലക്കുകൾ, അവിടെ അതിഥികളെത്തി എന്ന വിവരം ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ അവർ വിശ്വാസിനി ആയിരുന്നില്ല യഥാർത്ഥത്തിൽ, മറിച്ച്
ഈ നാട്ടുകാരുടെ എല്ലാ തോന്നിവാസങ്ങൾക്കും കൂടെ നിൽക്കുന്ന, അതിന് മാനസികമായി സപ്പോർട്ട് ചെയ്യുന്ന ദുസ്വഭാവമുള്ള പെണ്ണായിരുന്നു അവര്. അതുകൊണ്ട് തന്നെ തന്റെ വീട്ടിൽ ഏതെങ്കിലും അതിഥികൾ വന്നാൽ, പുരുഷന്മാര് വന്നാൽ, ഉടനെ ആ വിവരം നാട്ടുകാരായ കശ്മലന്മാർക്ക് ചോർത്തിക്കൊടുക്കുന്ന സ്വഭാവം അവർ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സുന്ദര പുരുഷന്മാരുടെ രൂപത്തിൽ, നല്ല മുഖമുള്ള ആളുകളുടെ രൂപത്തിൽ ഈ അതിഥികൾ വന്നപ്പോഴും അവരതേ പണി തന്നെ ചെയ്തു. അങ്ങനെ വജാഅഹു ഖൗമുഹു യുഹ്റഊന ഇലൈഹി, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനത തന്റെ അടുത്തേക്ക് ഓടി വന്നു. അതായത് വീട്ടിൽ ചില അതിഥികൾ വന്നു എന്നറിഞ്ഞപ്പോൾ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്, പുരുഷന്മാരായ അതിഥികൾ ആരെങ്കിലും വന്നാൽ അവരെ സൽക്കരിക്കാൻ ഞങ്ങൾക്ക് വിട്ടു തന്നേക്കണം, നിങ്ങൾ അവർക്ക് സൽക്കാരമൊന്നും ഒരുക്കരുത് എന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനോട് നേരത്തെ തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു. കാരണം അങ്ങനെ അതിഥികൾ വന്നാൽ അവർക്ക് സൽക്കാരം ഒരുക്കിക്കൊടുത്ത് അവരെ സ്വവർഗരതിക്ക് ഉപയോഗപ്പെടുത്താമെന്ന ദുഷ്ടലാക്കായിരുന്നു ആ ജനങ്ങളുടെ മനസ്സിൽ. അപ്പൊ അതുകൊണ്ടാണ് ഈ വിവരം ഉടനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ കശ്മലന്മാരെ അറിയിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവർ ഓടി വരികയാണ് ലൂത്ത് നബിന്റെ അടുത്തേക്ക്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഒമിൻ ഖബലു കാനൂ യഅമലൂന സയ്യിആത്ത്, അവര് നേരത്തെ തന്നെ ചീത്ത പ്രവർത്തനങ്ങൾ അഥവാ സ്വവർഗരതിയുടെ ആളുകളായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ സ്വാഭാവികമായും തന്റെ അതിഥികൾ വീട്ടിലിരിക്കുന്നു, ആ അതിഥികളെ കയ്യേറ്റം ചെയ്യാനും പ്രകൃതി വിരുദ്ധ ലൈംഗിക ദുസ്വഭാവത്തിനും കുത്തഴിഞ്ഞ ലൈംഗികതക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള അറ്റംപ്റ്റ് അവർ നടത്തുമ്പോൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു, വാതിൽക്കൽ നിന്നുകൊണ്ട് അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഹൗലാഇ ബനാത്തി ഹുന്നാ തഹറു ലക്കും, എന്റെ പെൺമക്കൾ ഇതാ അവരാണ് നിങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധർ. എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ വിവാഹം ചെയ്തുകൊണ്ടുള്ള ലൈംഗിക അഭിനിവേശം തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. വലാ തുഖ്സൂനി ഫീ ളൈഫി, എന്റെ അതിഥികളുടെ വിരുന്നുകാരുടെ കാര്യത്തിൽ എന്നെ നിങ്ങൾ മാനം കെടുത്തരുത് എന്നവരോട് കെഞ്ചി പറഞ്ഞു. എന്നിട്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അലൈസ മിൻകും റജുലുർ റഷീദ്, നിങ്ങളെ കൂട്ടത്തിൽ തന്റെ ഇടമുള്ള ഒരാളുമില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള, എന്നിട്ട് ആളുകളെ തടയാനും ഇത്തരത്തിലുള്ള തിന്മകൾക്ക് നമ്മൾ നിൽക്കണ്ട, പുറത്തുനിന്ന് വന്ന ആളുകളോട് ഒരു കയ്യേറ്റത്തിന്റെ സ്വഭാവം അത് മാന്യതയല്ല എന്ന് പറയാനും നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ലേ എന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാം വളരെ ദയനീയമായി അവരോട് ചോദിച്ചു. ഖാലു, ആ നാട്ടുകാരുടനെ പറഞ്ഞു, ലഖദ് അലിംത, ലൂത്തെ നിങ്ങൾക്കറിയാമല്ലോ, മാലനാ ഫീ ബനാതിക മിൻ ഹഖ്ഖിൻ, നിങ്ങളുടെ ഭാര്യ പെൺമക്കളിൽ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല, അവരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. വഇന്നക ലതഅലമു മാ നുരീദ്, ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുരുഷന്മാരുമായുള്ള ലൈംഗിക ബന്ധമാണ് ഇഷ്ടപ്പെടുന്നത്, അതേസമയത്ത് സ്ത്രീകളുമായുള്ള അത്തരത്തിലുള്ള ബന്ധം ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് നിങ്ങൾക്കറിയാമല്ലോ, പലതവണ നിങ്ങളോട് നമ്മൾ പറഞ്ഞതാണല്ലോ, പിന്നെ വീണ്ടും എന്തിനാണ് ഇത് തന്നെ ആവർത്തിക്കുന്നത് എന്നായിരുന്നു അവരുടെ ചോദ്യം. ആ സമയത്ത് ഖാല, ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ലൗ അന്ന ലീ ബിക്കും ഖുവ്വത്തൻ, നിങ്ങളെ പ്രതിരോധിക്കാൻ എനിക്ക് ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, ഔ ആ വീലാ റുക്നിൻ ശദീദ്, അല്ലെങ്കിൽ ശക്തനായ ഒരു സഹായിയെ ആശ്രയിക്കാൻ എനിക്ക് അവസരമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ ചെയ്യാനാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ നടത്തുമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ശിക്ഷയും, അതേപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിങ്ങൾക്കെതിരെയുള്ള നടപടികളും ഞാൻ എടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ എന്നെ പിന്തുണക്കാനും നാട്ടിൽ ആളില്ലാതെ പോയല്ലോ എന്ന് വിഷമം പറഞ്ഞു. അപ്പോൾ ഖാലു, മലക്കുകളായിട്ടുള്ള വന്ന ദൂതന്മാർ പറഞ്ഞു, യാ ലൂത്ത്, ഓ ലൂത്ത് നബിയെ, ഇന്ന റസൂലു റബ്ബിക, ഞങ്ങൾ നിങ്ങളുടെ നാഥനായ അള്ളാഹുവിന്റെ ദൂതന്മാരാണ്. ലയ്യസിലു ഇലൈക, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആ നാട്ടുകാർക്ക് സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കാര്യത്തിൽ ആലോചിച്ച് ബേജാറാകണ്ട എന്ന് പറഞ്ഞു. ബേജാറാകണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ജിബ്രീൽ അലൈഹി ഇസ്ലാം തന്റെ ചിറകുകൊണ്ട് ഒരൊറ്റ അടിക്കുകയും അങ്ങനെ അവരുടെ മുഴുവനും കണ്ണുകൾ ഇരുട്ടടക്കുകയും അവരുടെ കാഴ്ച പോലും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഫാസിരി ബിഅഹ്ലിക ബിഖത്ഇൻ മിനൽ ലൈലി, അതുകൊണ്ട് രാത്രിയുടെ ഒരു യാമത്തിൽ നിങ്ങളുടെ കുടുംബത്തെയും കൂട്ടി നിങ്ങൾ രാത്രി തന്നെ പുറപ്പെടുക, നാട് വിടുക. വലാ യൽതഫിതു മിൻകും അഹദുൻ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും തിരിഞ്ഞു നോക്കണ്ട. പോകുമ്പോൾ നിങ്ങൾ നാടിന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങൾ ചില ശബ്ദങ്ങൾ കേൾക്കും, അപ്പൊ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. ഇന്നഹു ഇല്ലംറാത്തക, നിങ്ങളുടെ ഭാര്യ ഒഴിച്ച്, കാരണം ഇന്നഹു മുസീബുഹാ മാ അസാബഹും, അവർക്ക്
ഈ ജനങ്ങൾക്കുള്ള എത്തുന്ന ദുരിതങ്ങൾ അവർക്കും എത്തും. കാരണം അവരിതിന്റെ സപ്പോർട്ടേഴ്സിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് അവർ ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. അവർ തിരിഞ്ഞു നോക്കും, അവർക്ക് ശിക്ഷ ബാധിക്കുകയും ചെയ്യും. അതേസമയത്ത് ബാക്കിയുള്ളവർ തിരിഞ്ഞു നോക്കാതെ പോകണമെന്ന് പറഞ്ഞു. ഇന്ന മൗഇദഹുമുസ്സുബ്ഹു, നിശ്ചയം അവർക്ക് ശിക്ഷയ്ക്ക് നിശ്ചയിക്കപ്പെട്ട സമയം പ്രഭാതമാണ്. അലൈസ സുബ്ഹു ബിഖരീബ്, പ്രഭാതം അടുത്തല്ലയോ എന്ന് പറഞ്ഞാൽ ഒരല്പസമയത്തേക്ക് കൂടിയ ഈ ധിക്കാരികളും തെമ്മാടികളുമായ ആളുകളുടെ വിളയാട്ടമുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ് എന്ന് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനോട് മലക്കുകൾ പറഞ്ഞു. അങ്ങനെ ഫലമ്മാ ജാ അംറുന, നമ്മുടെ കൽപ്പന വന്നപ്പോൾ, അഥവാ അല്ലാഹു തആല അവരെ ശിക്ഷിക്കാൻ നിശ്ചയിച്ച സമയമെത്തിയപ്പോൾ, ജഅൽനാ ആലിഹ സാഫിലഹ, ആ ഗ്രാമങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മേൽഭാഗം താഴ്ഭാഗമാക്കിച്ചാൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം തന്റെ ചിറകിനുള്ളിൽ ആ നാടുകളെ മൊത്തം സദൂം എന്ന് പറയുന്ന ആ പ്രദേശത്തെ മൊത്തം എന്ത് ചെയ്തു, ഒന്നിച്ചെടുത്ത് കീഴ്മേൽ മറിച്ചു. അങ്ങനെ ഭൂമിയെ അപ്പം മറിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാം അങ്ങ് മറിച്ചു എന്നർത്ഥം. വംതർന അലൈഹ ഹിജാറത്തൻ മിൻ സിജ്ജീലിൻ മംദൂദ്, അട്ടിയായി ചൂളവച്ച ഇഷ്ടികക്കല്ലുകൾ കൊണ്ട് അവരുടെ മേലിൽ നമ്മൾ മഴ വർഷിച്ചു. വെച്ചാൽ ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് ഓരോ കല്ലുകൾ വന്ന് വീഴുകയും ആ കല്ലുകൾ ശരീരത്തിൽ വീഴുന്നതോടുകൂടെ ഇവിടെ ഉള്ളവർ മാത്രമല്ല, ആ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന അതിന്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞു. മുസവ്വമത്തൻ ഇൻദ റബ്ബിക, തങ്ങളുടെ നാഥന്റെ അടുക്കൽ അടയാളം വെക്കപ്പെട്ട കല്ലുകളായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും പേര് പ്രത്യേകം എഴുതിയിട്ടുള്ള, ഐ മുഅല്ലമത്തൻ മഖ്തൂമത്തൻ അലൈഹ അസ്മാഉ അസ്ഹാബിഹ കുല്ലു ഹജറിൻ മക്തൂബുൻ അലൈഹി ഇസ്മുല്ലദി യൻസിലു അലൈഹി. ഓരോ കല്ലും ആരുടെ മേലിലാണോ വർഷിക്കേണ്ടതെങ്കിൽ അയാളുടെ പേരെഴുതിയിട്ടുള്ള പ്രത്യേക കല്ലുകളായിരുന്നു ഓരോന്നും. ആ കല്ലുകൾ ഓരോരുത്തരുടെ മേൽ വർഷിച്ചു. വമാഹിയ മിനല്ലാലിമീന ബിബഈദ്, ആ കല്ലുകൾ അക്രമികളെ തൊട്ട് വിദൂരത്തല്ല. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ആ കല്ല് ലക്ഷ്യം തെറ്റാതെ തന്നെ അവരവരുടെ ശരീരത്തിൽ വന്ന് പതിക്കുകയും അവർ നശിച്ച് നാറാണക്കല്ല് തോണ്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ ലോകത്ത് പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ ആ വൃത്തികെട്ട സ്വഭാവവും ശൈലിയും അത് പിന്തുടരുന്ന എല്ലാ കാലത്തുമുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ ശിക്ഷയുടേതായിട്ടുള്ള താക്കീത് ബാധകമാണെന്ന് കൂടി, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള തിന്മകൾ പ്രവർത്തിക്കുന്നത് പിൻഭാഗ സംഭോഗം എന്ന് പറയുന്ന ആ പ്രവർത്തനം പുരുഷന്മാരുമായി മാത്രമല്ല, ഒരാൾക്ക് തന്റെ ഭാര്യയുമായി എല്ലാ വിധത്തിലുള്ള ലൈംഗിക സുഖങ്ങളുമാകാം, പക്ഷേ പിൻദ്വാരത്തിലുള്ള ബന്ധം അതുപോലും വിലക്കപ്പെട്ടിട്ടുള്ളതാണ് ഇസ്ലാമികമായ നിയമത്തിൽ. അങ്ങേയറ്റം ഗൌരവതരമായ ഒരു കുറ്റമായിട്ടാണ് അത് വിലയിരുത്തപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കുത്തഴിഞ്ഞ ലൈംഗികതയിൽ നിന്ന് ജാഗ്രത പാലിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.